നൗറി, എന്താ നിനക്ക്? നല്ലൊരു ഈസായിട്ടാ നിന്റെ കരച്ചിലും പിഴിച്ചിലും. വേണ്ടാത്ത എന്തേലും മനസ്സിലുണ്ടെങ്കിൽ ഒക്കെ മറന്നേക്ക്. നമ്മൾ പെണ്ണുങ്ങളാ, പൊറുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യേണ്ടവര്. ഇല്ലെങ്കിൽ ജീവിതം ആകെ താറുമാറായി പോകും. നിനക്കറിയാലോ നിന്റെ ഈ ഉമ്മേ. കളിച്ചു നടക്കേണ്ട പ്രായത്തില് എന്നെ നിന്റെ വാപ്പ കെട്ടിക്കൊണ്ടു. ഞാനിവിടെ ഉണ്ടേ, ദേ വരുന്നു. എന്തൊരു ചൂടാ, നിനക്ക് വേർക്കുന്നില്ലേ? എന്റെ മോളി ഉടുപ്പൊക്കെ മാറ്റി കിടന്നുറങ്ങിക്കോ. വാപ്പയോടൊന്ന് വരാൻ പറയൂ. നിന്റെ കണ്ണീരൊക്കെ തുടക്കി. ഈ കരണമുഖം വാപ്പ കാണണ്ട. പിന്നെ മൂപ്പർക്ക് അത് മതി. അറിയാലോ നിന്റെ വാപ്പേ. മോളെ, എന്തേ മോള് വാപ്പ വിളിച്ചേ? എന്തേ കല്യാണായിട്ട് എന്റെ മോള് എന്തേ കരയണേ? എന്തേ എന്റെ സുറുമക്കുട്ടിക്ക് എന്തു പറ്റി? എന്താണേലും മോള് വാപ്പാനോട് പറ. മടിക്കാണ്ട് പറ. വാപ്പനോട് പെണുങ്ങോ വാപ്പ? വാപ്പ ഇതുവരെ മോളോട് പിണങ്ങിയിട്ടുണ്ടാ? ഇല്ലില്ല. വാപ്പാക്ക് മോളോട് പിണങ്ങാൻ കഴിയോ മോളെ? എനിക്ക് കല്യാണം വേണ്ട വാപ്പ. എന്താ മോള് പറഞ്ഞേ? കല്യാണം വേണ്ടെന്നാ? നാട് മുഴുവൻ മംഗളം പറഞ്ഞ് വീടൊരുങ്ങി. എന്നിട്ട് ഇപ്പൊ നാളെ ബിരിയാണിക്ക് പുറത്ത് മുക്രി ആടിനിറക്കുക. നാളെ എന്റെ നിക്കാഹിനായി നാടും ഈ വീടും ഒരുങ്ങി മോളെ. ഈ അവസാന നിമിഷം എന്റെ മോളിങ്ങനെ പറഞ്ഞ ഈ വാപ്പ എന്താ ചെയ്യാ മോളെ? എന്നോട് പൊറുക്ക് വാപ്പ. ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി വാപ്പ. മോളെ, എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല വാപ്പ. മോക്കറിയില്ലേ ഈ തറവാടിന് ഈ നാട്ടിലുള്ള പേരും പെരുമയും, ഈ മഹലിലെ എന്റെ സ്ഥാനം? എന്റെ മോളായിട്ട് അത് തകർത്ത് കളഞ്ഞ പിന്നെ ഈ വാപ്പ പുതിയാപ്പിളയുടെ ആൾക്കാരോട് ഇനി ഞാൻ എന്താ പറയാ? നാട്ടുകാരുടെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ നോക്കും? ഇല്ല മോളെ, മോള് കരയില്ലേ? മോളെ, ഉമ്മ എവിടെയാ? സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയിരിക്കുക. വാപ്പ, എന്താ
മോളൊന്ന് നിന്നേ. ഉം. മോളുടെ കല്യാണം മുടങ്ങി. മോളെ, മോൾക്ക് പറയായിരുന്നില്ലേ ഈ വാപ്പാനോട്? അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? സുഖേട് മാറിയിട്ട് സംസാരിക്കാം. ഡോക്ടർമാർക്ക് അത് പറയാം. എന്റെ മനസ്സിലുള്ളത് പറയാതെ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലോ? വാപ്പ വാപ്പ എന്തിനീ വേണ്ടാത്തൊക്കെ പറയുന്നേ? മോൾക്ക് ഇനിയും ഈ വാപ്പയെ മനസ്സിലായില്ലെന്ന് ഓർക്കുമ്പോഴാ ഈ വാപ്പയ്ക്ക് വിഷമം. എന്റെ മോള് കരയാൻ വേണ്ടി പറഞ്ഞതല്ല വാപ്പ. മോളെ, ആരാ മോളുടെ മനസ്സിലെ ഈ വാപ്പ ഒന്ന് അറിഞ്ഞോട്ടെ. നാട്ടുകാരുടെ മുന്നില് എല്ലാ നിലയും വിലയൊക്കെ പോയി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നില് ഈ വാപ്പയ കുറ്റക്കാരൻ. അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. വാപ്പ ഇനി എത്ര കാലം വെച്ചാ എല്ലാം ഏതാണ്ടൊക്കെ അടുത്തു വരുന്നോ എന്നൊരു തോന്നലാ. അതിനു മുമ്പ് ഈ വാപ്പയ്ക്ക് മോളുടെ നിക്കാഹ് കാണണമെന്നൊരാശ. ഇന്നേ വരെ ഈ വാപ്പ മോളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ. മോളെ, മോള് പറയേ, മോളുടെ മനസ്സിൽ ആരാ? സ്വത്തും പണമൊന്നുമില്ല, പക്ഷെ ഇന്ന് ജീവനാണ്. സലാമാമയുടെ മോൾ ഹസീനാന്റെ കല്യാണത്തിന്റെ അന്നാ ആദ്യമായിട്ട് കാണുന്നേ. എന്നിട്ടും ആരാണെന്ന് മോള് പറഞ്ഞില്ല. മാളിയേക്കിലെ മാണിക്കക്കല്ല് കട്ടെടുത്തത് ആരാണെന്ന് മോള് പറഞ്ഞില്ല. 2-3 കിലോമീറ്റർ അപ്പുറത്താ. സലാമിന്റെ അടുത്തായിരിക്കും. അതിനുശേഷം മോക്ക് സലാമാമ്മയുടെ വീടും നാടും ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അവിടെ ഏതാണ്ടൊക്കെ ഞാൻ അറിയും. പിലാക്കൂർന്ന വീട്ടുപേര്. മുഹമ്മദ് കുട്ടീന്റെ മോൻ. മുഹമ്മദ് കുട്ടി പഴയ എൻ്റെ ഒരു ദോസ്ത. കൂട്ടുകുടുംബത്തിന് വേണ്ടി ജീവിച്ച് പെരുവഴിയിലായ ഒരു സാധു. പേര് കേട്ട തറവാട്ടിലെ. എന്നിട്ടെന്താ, 8 മക്കളെയും മോളെയും തനിച്ചാക്കിയിട്ടല്ലേ ഓൻ പോയത്. ഒന്നും അറിയണ്ടല്ലോ, കാണണ്ടല്ലോ ഓന്. ചെറിയ ചെക്കനായിരുന്നു മുഹമ്മദ് കുട്ടി മരിക്കുമ്പോ. ഓൻ എന്തേനു എന്റെ പേര്? അൻവർ. അൻവർ. വാപ്പാനെ പോലെ അവനൊരു വണ്ടിക്കാളയായിരുന്നു. കുടുംബഭാരം ചുമക്കണ വണ്ടിക്കാള. അല്ലേലും കുടുംബത്തെ മൂത്ത മക്കള് ഭാരം ചുമക്കുന്നവര് തന്നെയാ. അവസാനം അവര് പുറത്തു ആവും. ഞാൻ കരുതി എന്റെ മോളുടെ കണ്ടെത്തല് പിഴച്ചൂന്ന്. ഇല്ല, കരള് പറിച്ചു വിറ്റും എന്റെ മോളെ ഓൻ നോക്കും. ബാബാക്ക് സന്തോഷായി, മോളെ സന്തോഷായി. ആട്ടെ, എവിടെ ഓൻ? ഗൾഫില്. ദുബായ്. കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം? ഒന്ന് പോവാപ്പ, കളിയാക്കാതെ. നീ ഉമ്മാനെ വിളി. ദുബായിൽ സലാമിനെ വിളിച്ച് അവനോട് ഉടൻ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിക്കാഹ് നടത്തണം. നീ ചെന്ന് ഉമ്മയെ വിളിച്ചോണ്ട് വാ. വിളിക്കണ്ട, ഞാനിങ്ങ് എത്തി. എന്റെ ഉമ്മു, നീ ഒന്ന് ഇവിടെ ഇരിക്കേ. നിങ്ങൾ എന്തായി പറയണേ? ചെറിയോളെ കണ്ടില്ലേ നിങ്ങള്? നാണിക്കേണ്ട ഒരു പ്രായേ. വയസ്സായിട്ടൊക്കെ നാണം മാറിയിട്ടില്ല മോളെ. ഉമ്മുക്കുൾച്ചു, ഉമ്മടെ പിലാക്കൂലെ മുഹമ്മദ് കുട്ടിയുടെ മോനില്ലേ അൻവർ, നിനക്കറിയോ അവനെ? ഓൻ നമ്മുടെ നോറിക്ക് നന്നായി ചേരുമല്ലേ? ഇതുപോലൊരു വാപ്പയും മോളെയും ഈ ദുനിയാവില് കാണൂല. മോളേന്ന് വിളിക്കുമ്പോ വാപ്പാക്ക് ചക്കരയാ, വാപ്പാന്ന് പറയുമ്പോ മൂക്ക് തേനൊലിക്കും. വാപ്പയും മോളുള്ളപ്പോ നമ്മള് പുറത്തായേ. ഈ ഉമ്മാക്ക് കുശുമ്പല്ലേ വാപ്പ?
അമ്മോ, നാളെ ഞാൻ ഇല്ലാണ്ടായി പോയാ ഇവരുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഒന്നും ചെയ്യരുതിട്ടോ. എന്താ ഇങ്ങളീ പറയണേ? നിങ്ങളുടെ വാക്ക് തെറ്റിച്ചിട്ട് ഉമ്മൂനൊരു ജീവിതം ഉണ്ടോ? 25 കൊല്ലം എന്നെ നിഴലായി തുണയായി എനിക്കൊരു ബലായിട്ട് എന്നെന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ ഉമ്മ. നാളെ വാപ്പ ഇല്ലാണ്ടായാലും ഉമ്മ പറയണതൊക്കെ മോള് കേൾക്കണം. വാപ്പ എന്തിനിങ്ങനെയൊക്കെ പറയണേ? വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതല്ലേ? നിനക്ക് അടുത്തിരുന്ന് ഖുറാൻ ഒന്ന് ഓതിക്കൊടുത്തൂടെ? എന്നാ മനസ്സിനൊരു സമാധാനം കിട്ടും. ഞാനൊന്ന് മയങ്ങട്ടെ. വാപ്പയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. വേണ്ട. വാപ്പ, നാടി വാപ്പ, വാപ്പ, ഡോക്ടറെ വിളിരെ. വാപ്പ, വാപ്പ, എന്ത് പറ്റി വാപ്പ? വാപ്പ, അയ്യോ, വാപ്പ, അയ്യോ, പൊടിയെ വിളിച്ചു വാപ്പ. വാപ്പ, മോളെ. എന്താ ഇത്? അയ്യേ, കരയാ? ഒരുപാട് ദ്രോഹിച്ച് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചൊക്കെ എന്നോട് പൊറുക്കിക്ക. ഓട്ടടാ, നിനക്കൊക്കെ മനസ്സിലായല്ലോ. അത് മതി, ഇക്കക്ക് അത് മതി. നീ എന്റെ കുഞ്ഞ് അനിയനല്ലടാ. ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് എന്നെ വളർത്താൻ എന്റെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചത് എനിക്കറിയില്ലായിരുന്നു. ടിവിയിലൊക്കെ കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഗൾഫ് ദൃശ്യങ്ങൾ കണ്ട് മനസ്സുവരെ സ്വപ്നങ്ങൾ നെയ്ത ഒരു ഒറ്റ ചെറുക്കനായിരുന്നു ഞാൻ. മഴക്കാറ്റിന്റെ ചൂടും നിങ്ങളുടെ ഒന്നും കഷ്ടപ്പാടും കണ്ണീരും ഒന്നും കാണാൻ ശ്രമിച്ചില്ല. ഞാൻ ഒരു കഥയില്ലാത്ത ചെക്കനായി പോയി. നിങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചല്ലോ ഞാൻ. സന്തോഷായ മോനെ. അല്ലെങ്കിൽ കാതിർക്ക എന്റെ അനിയന് വഴുതിട്ട് നടക്കാൻ പറ്റോ? ഇക്കെ പോലെ ഒരാളെ സ്നേഹിച്ച നൗറീത്തെ പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം ഇക്കൊക്കെ പറഞ്ഞുകൂടായിരുന്നു. ഏയ്, അതൊക്കെ പോട്ടെ. അൽഹംദുലില്ലാഹ്, നിന്നെ ഈ നിലയിൽ കാണാനാ നിന്റെ ഈ ഇക്ക എന്നും കൊതിച്ചത് മോനെ. അറിയോ സലീമേ, നിനക്ക് ഒരു ഭ്രാന്തിപ്പെണ്ണിനെ എന്തിനാ കെട്ടണമെന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറയാ, എന്നെ സ്നേഹിച്ച് ഓക്ക് ഭ്രാന്ത് പിടിച്ചതല്ലേ കാതിർക്ക. ഇനി സ്നേഹിച്ച് ഞാനോളെ ഭ്രാന്ത് മാറ്റുമെന്ന് എനിക്കും നല്ല ഉറപ്പുണ്ട്. ആ കുട്ടീന്റെ സോക്കേട് മാറുമെന്ന്. കാരണം ഇവനോൾക്ക് സ്നേഹം നൽകി മാറ്റിയെടുക്കുമെന്ന്.